കള്ളന്മാരെ മൊത്തത്തിൽ പൊക്കിയിരിക്കുകയാണ്. അവിടെ ഒരു കള്ളന്മാർ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. അവിടെ മൊത്തം മോഷണമാണെന്ന് പരാതിയായിരുന്നു. അപ്പോൾ മീറ്റിംഗ് വിളിച്ച സമയത്ത് അവിടെ ക്യാപ്റ്റൻ തന്നെ സംസാരിച്ചു. ഇന്നലെ രാത്രി മുതൽ പലരുടെയും പല സാധനങ്ങളും ഇവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ ആരെ എടുത്തേ എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞപ്പോൾ ജാസ്മിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിരുന്നത്. ജാസ്മിനാണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ബാക്കിയുള്ളവരൊക്കെ എന്ത് പോയാലും എനിക്ക് പ്രശ്നമില്ല, എന്റെ പോയത് മേക്കപ്പ് കിറ്റും പിന്നെ എന്റെ ലിപ്സ്റ്റിക്കാണ്, അത് എനിക്ക് തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പ്രശ്നമുണ്ടാക്കും, എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ലഹള വെച്ചത് ജാസ്മിൻ ആയിരുന്നു. അപ്പൊ ആരെയാണ് സംശയം എന്ന് ചോദിച്ച വഴിക്ക് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നെക്സ്റ്റ് ടീമിനെയാണ് സംശയം. ഈ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവരുടെ നെക്സ്റ്റ് റൂമിലുണ്ട്, അത്രയും മോഷ്ടിക്കുന്ന ആൾക്കാരാണ് അവര്, അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു കിട്ടിയേ തീരൂ, അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ജാസ്മിൻ കിടന്ന് വഴക്കുണ്ടാക്കിയിരുന്നത്. ആ സമയത്താണ് അവിടെ ഓരോരുത്തരെ കളവുകൾ മൊത്തം അങ്ങ് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പോപ്കോൺ മോഷ്ടിച്ചു, അതും ചപ്പാത്തി മോഷ്ടിച്ചു, ദോശ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ആ സമയത്ത് അങ്ങോട്ട് പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സംഭവം പിന്നെ പവർ ടീം തന്നെ ഏറ്റെടുത്തു. പവർ ടീം പറഞ്ഞു, ഞങ്ങൾ കൊടുത്ത ടാസ്ക് ആണ് അവിടെ സിജോയ്ക്കും അപ്സരയ്ക്കും മോഷ്ടിക്കുക എന്നുള്ളത്. അപ്പൊ സിജോ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പറ്റില്ലല്ലോ, അപ്പൊ ഞങ്ങൾ മോഷ്ടിപ്പിച്ചത് അർജുനെ കൊണ്ടാണ്, അർജുനും കൂടി ഇതിലുണ്ടായിരുന്നു, ഗബ്രി ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂടിയിട്ടാണ് എല്ലാവരെയും മോഷ്ടിച്ചത്, അതെല്ലാം തന്നെ ഞങ്ങൾ എല്ലാവർക്കും സുരക്ഷിതരായി തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം തന്നെ ഞങ്ങൾ സുരക്ഷിതമായി എടുത്തു വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും തിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പലരും അറിഞ്ഞിട്ടില്ല, പലരുടെയും പലതും മോഷ്ടിച്ചത് പോലും ചിലർ അറിഞ്ഞിട്ടില്ല. ഋഷിയിലൊന്നും ഷൂവ് മോഷ്ടിച്ചത് പോലും ഋഷി അറിഞ്ഞിട്ടില്ല. ഋഷി ഷൂവ് എവിടെ ചോദിക്കുമ്പോഴാണ് ഋഷി പോയി തപ്പുന്നത്. അങ്ങനെ മൊത്തത്തിൽ അവിടെ മോഷണമെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കള്ളനും കള്ളികളാണ് നെക്സ്റ്റ് റൂമിലുള്ള എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു. ഈ വീട്ടിലെ പല മോഷണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ആരാണെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും പവർ ടീം കൊടുത്ത ടാസ്ക് ആയിരുന്നു അത്, ചുമ്മാ ഒരു തമാശയ്ക്ക് ചെയ്ത കാര്യമാണ്. എന്തായാലും മൊത്തത്തിൽ കള്ളനെയും കള്ളിയെയും എല്ലാവരെയും അവർ പിടിച്ചിട്ടുണ്ട്.